അറിവിൽ ജീവിക്കാത്ത ഒരാൾ അയാളുടെ ശത്രുവാണ്. അയാൾക്ക് വേദനയാണ്. ജീവിതം അയാൾക്ക് ഭാരമാണ്. ഉറക്കമില്ലാത്ത ഒരാൾക്ക് രാത്രി നീണ്ടതാണെന്ന് തോന്നും. ക്ഷീണിതനായ ഒരു യാത്രക്കാരന് വഴി നീണ്ടതാണെന്ന് തോന്നും. കണ്ണുകൊണ്ട് വേണ്ടാത്തത് കാണുകയും കാതുകൊണ്ട് വേണ്ടാത്തത് കേൾക്കുകയും നാവുകൊണ്ട് വേണ്ടാത്തത് പറയുകയും ചെയ്യുന്ന ഒരാൾക്ക് ജീവിതം വളരെ നീളമുള്ളതാണെന്ന് തോന്നും. അയാൾക്ക് ജീവിതത്തിൽ വേദനയുണ്ട്, പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ജീവിതത്തിൻ്റെ ആ മാധുര്യമോ സുഗന്ധമോ അതിൻ്റെ മനോഹരിതയോ അറിയാനോ അനുഭവിക്കാനോ കഴിയില്ലേ. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിറവിൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ഒരു വഴികാട്ടിയായിട്ട് വെളിച്ചമായിട്ട് അയാൾക്കൊപ്പം ഒരു ശക്തി ഉണ്ടാകും. ഇളം കാറ്റിൻ്റെ തലോടൽ പോലെ, ഒരു പൂവിൻ്റെ സുഗന്ധം പോലെ അയാളെ സ്പർശിക്കുന്ന ഒന്ന് ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ വേദനപ്പെടേണ്ടി വരില്ലേ. അതേപോലെ മനസ്സിന് ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ചിട്ടില്ലാത്ത, ശക്തമാക്കിയിട്ടില്ലാത്ത ഒരാളുടെ ഉപദേശം നമ്മൾ ആരായരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമുണ്ടാകും. ചില ആളുകൾ പറയും, എല്ലാം ഞാൻ കാരണമാണ് ഇവിടെ നടക്കുന്നത്, ഞാനില്ലാതെ ഒരു കാര്യവും നടക്കില്ല, ഇത് എൻ്റെ സ്വത്താണ്, എൻ്റെ പണമാണ്, എപ്പോഴും എൻ്റേതാണെന്നുള്ള ഒരു ചിന്തയിൽ വാക്കും പ്രവൃത്തിയും വരുമ്പോൾ അത് അയാൾക്ക് വേദനയാണ്. കാരണം അയാളുടെ മനസ്സിന് ഇതുവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് സമാധാനം നൽകാൻ കഴിയില്ല, അയാൾക്ക് സമാധാനം അനുഭവിക്കാനും കഴിയില്ല. ഒരാൾ ചിന്തിക്കുകയാണോ, എനിക്ക് കൂടുതൽ ഇനിയും പഠിക്കാനുണ്ടോ? ഈ ചിന്തയിൽ അയാൾ ജീവിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ കുറച്ച് ജ്ഞാനമുണ്ടോ? അതേ സമയത്ത് ഒരാൾ ചിന്തിക്കുകയാണ്, എനിക്ക് എല്ലാം അറിയാം, എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ ഭാവത്തിൽ അയാൾ ജീവിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ അറിവ് ഇല്ല. അങ്ങനെയുള്ള ഒരാൾ ഒരു ഗുരുവിൻ്റെ അരികിൽ പോയിട്ട് എത്ര വർഷം ജീവിച്ചാലും അയാൾക്ക് ഒന്നും അറിയാനോ അനുഭവിക്കാനോ കഴിയില്ല. എന്തുകൊണ്ടാണ് അറിയാനും അനുഭവിക്കാനും കഴിയാത്തത്? അയാളുടെ ഉള്ളിൽ ഞാനെന്ന ഭാവമുണ്ട്, എല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണെന്നുള്ള ആ ഒരു ചിന്ത ഉണ്ട്. ആ ചിന്ത അയാൾക്ക് ഭാരമാണ്, അയാൾ മറ്റൊരാൾക്കും ഭാരമാണ്. ഒഴിഞ്ഞ മനസ്സോടെ അയാൾക്ക് ഈ ചെറിയ ലോകത്ത് ജീവിക്കാൻ കഴിയില്ലേ. അതേ സമയത്ത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴിയിലൂടെ നടന്ന് ആനന്ദവും ശാന്തിയും എനിക്ക് അനുഭവിക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു ഗുരുവിൻ്റെ അരികിൽ ചെന്നു കഴിഞ്ഞാൽ കുറച്ച് നിമിഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് കുറച്ച് വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം അനുഭവതലത്തിലൂടെ കടന്നു പോകും. പരമമായ ശാന്തിയും ആനന്ദവും അയാൾ അനുഭവിക്കും. നാവിന് സൂപ്പിൻ്റെ രുചി പെട്ടെന്ന് അറിയാൻ കഴിയും. അതേപോലെ വിനയമുള്ള ഒരാൾക്കാണ് ജ്ഞാനം ഉള്ളിലേക്ക് ഇറങ്ങുക. ഈ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ എളിമയും വിനയത്തോടെയും നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ജ്ഞാനത്തെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ, അതിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം ഭാരമാവില്ല. അതേപോലെ നമ്മൾ അറിവിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയായ തീരുമാനമായിരിക്കും. എന്നാൽ
അറിവിൽ ജീവിക്കാത്ത ഒരാൾ എടുക്കുന്ന തീരുമാനം അയാൾക്ക് വേദനയുണ്ടാക്കും, ഒപ്പമുള്ള ആളുകൾക്കും അത് വേദന ഉണ്ടാകും. ജീവിതത്തിൻ്റെ ആ ഒരു മനോഹരിത അങ്ങനെയുള്ള ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയില്ലേ? അറിവിൽ നമ്മൾ ജീവിക്കാതിരിക്കുമ്പോൾ സ്വാർത്ഥത നമ്മുടെ ഉള്ളിൽ നിറയും. ആ രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മളിൽ നിന്ന് ഉണ്ടാകും. അത് നമുക്ക് ഭാരമായിട്ട് മാറും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം ഭാരമായിട്ട് മാറും. ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, അത് പ്രായോഗിക തലത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ജീവിതം നൽകുന്ന ആ ഒരു സമാധാനം എന്ന് പറയുന്നത് വലുതാണ്. ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും നമുക്ക് ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയും. നമ്മൾ കേട്ടിട്ടുണ്ട്, ജ്ഞാനം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതിൽ വിശാലമായിട്ടുള്ള ഒരറിവുണ്ട്. സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കാനുള്ള ആ ഒരു ശക്തിയുണ്ട്. ആ ഒരു സ്നേഹം നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ സർവ്വ ജീവജാലങ്ങളുടെയും ശക്തിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ ഒരു ജ്ഞാനത്തിൽ കാരുണ്യത്തിൻ്റെ നിറവുണ്ട്, സ്നേഹത്തിൻ്റെ നിറവുണ്ട്, പരമമായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ ഒരു ജ്ഞാനം നമ്മളോട് പറയുന്നു, ലോകത്തെ സമസ്ത ജീവജാലങ്ങളും സുഖമായി ഭവിക്കട്ടെ. അവിടെ സർവ്വ ജീവജാലങ്ങൾക്കും സുഖമുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥന ഒരാളിൽ നിന്നുണ്ടാകുമ്പോൾ, അയാളിൽ നിന്ന് ആ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ, അത് അയാൾക്ക് കിട്ടുന്ന വലിയ ഒരു ശക്തിയാണ്, ഒരു വെളിച്ചമാണ്, ഒരു വഴികാട്ടിയാണ്. പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലൂടെയായിരിക്കും അങ്ങനെയുള്ള ഒരാൾ സഞ്ചരിക്കുന്നത്. അതേപോലെ ദൈവഹിതമനുസരിച്ച് എവിടെയാണോ നന്മ ചെയ്യുന്നവൻ, ദൈവത്തിന് പ്രിയപ്പെട്ടവൻ അവനാണ്. അയാൾ നന്മയിൽ ജീവിച്ച് നന്മയിൽ ശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളും പരമമായിട്ടുള്ള ആനന്ദത്തിലാണ്, പൂർണ്ണ സ്വാതന്ത്ര്യത്തിലാണ്. അങ്ങനെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം നമുക്ക് ഭാരമായിട്ട് മാറില്ല. ഈ ചെറിയ അറിവ് എടുത്തിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ശരിക്ക് ഈ അറിവെന്ന് പറയുന്നത് ആകാശത്തെ പോലെ വിശാലമാണ്. അതിന് നമ്മളെ പൂർണ്ണമായിട്ടും രക്ഷിക്കാനും ആഴത്തിലുള്ള ആ ഒരു ശാന്തിയും ആനന്ദവും നൽകാനുള്ള ആ ഒരു ശക്തി അതിന് ഉണ്ട്. അത് അറിവിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ്. അത് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമുക്ക് ആശ്വാസം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ സമാധാനവും ശാന്തിയും ആ സ്നേഹവും കരുണയും ദയയും അനുകമ്പയും നമ്മളിൽ നിന്ന് വിട്ടുപോകില്ല. ഒരു ശ്വാസം എങ്ങനെയാണോ നമുക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത്, അതേപോലെ ഇത് നമുക്കൊപ്പം ചേർന്ന് നിൽക്കും. അതിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശരിയായ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നമുക്ക് അറിയാനും അനുഭവിക്കാനും സാധിക്കും. അങ്ങനെയുള്ള ആ ഒരു വഴി നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. ആ ഒരുക്കി കൊടുക്കലിലാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മൾ നമ്മളോട് ആത്മാർത്ഥത കാണിക്കുന്നത്. അതായത് നമ്മൾ ജീവിക്കുന്നത് ആ പരമമായ ശാന്തിക്കും ആനന്ദത്തിനും വേണ്ടിയിട്ടാണ്. ആ ഒരു ശാന്തിയും ആനന്ദവും നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ സ്നേഹത്തിൻ്റെ നിറവിൽ, കാരുണ്യത്തിൻ്റെ നിറവിൽ, ദയയുടെ നിറവിൽ ആയിരിക്കണം. അറിവിൻ്റെ നിറവെന്ന് പറയുന്നത് അതിൽ ജീവിക്കുമ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് അറിവിൻ്റെ ആ ഒരു ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത്, എവിടെയാണോ ഉള്ളത്, അവിടെ നമുക്ക് സമാധാനത്തോടെയും ശാന്തിയോടെയും നിൽക്കാൻ കഴിയും. ഒപ്പമുള്ള ആൾക്ക് ആ സമാധാനവും ശാന്തിയും അനുഭവിക്കാൻ കഴിയും. അപ്പോഴാണ്
നമ്മുടെ ജീവിതം പൂർണ്ണമാവുന്നത്, നമ്മുടെ മനസ്സ് ഒഴിയുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞതും ഒന്നുമില്ലാത്തതുമാണ്. അത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ കേൾക്കുന്ന, വായിക്കുന്ന ആ കുഞ്ഞ് അറിവുകളിൽ നമുക്ക് ജീവിക്കാനാവണം. ജീവിക്കുമ്പോൾ ആണ് നമുക്ക് ശരിയായ വഴിയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിനോടും വെറുപ്പോ, ഒന്നിലും നമ്മൾ കുറ്റങ്ങളോ കുറവുകളോ കാണില്ല. കുറ്റങ്ങളും കുറവുകളും കാണാത്ത, പ്രതികാര മനോഭാവം നമ്മുടെ ഉള്ളിലില്ലാത്ത ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകും. അവിടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ, സർവ്വ ജീവജാലങ്ങളുടെയും അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകും. അത് വലിയൊരു ശക്തിയാണ്. അത് അറിവിൽ ജീവിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരുക്കി കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന ഓടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.